പ്രതിപക്ഷം അഴിമതി ആരോപണം ശക്തമാക്കുന്നതിനിടെ കഞ്ചിക്കോട് ബ്രൂവറിക്ക് സർക്കാരിന്റെ പ്രാഥമിക അനുമതി 600 കോടി മുതൽ മുടക്കുള്ള പദ്ധതി 4 ഘട്ടങ്ങളായി നടപ്പാക്കും. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ പരിഗണിച്ചാണ് ഒയാസിസ് കമ്പനിക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകിയത്. മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയത്. 16-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിൽ 1-ാം ഘട്ടത്തിൽ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കുന്നു. 2-ാം ഘട്ടത്തിൽ എഥനോൾ നിർമ്മാണ യൂണിറ്റും 3-ാം ഘട്ടത്തിൽ മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റും നിർമ്മിക്കും. 4-ാം ഘട്ടത്തിലാകും ബ്രൂവറി. പദ്ധതിക്ക് ആവശ്യമായ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്നും ഉത്തരവിലുണ്ട്. പദ്ധതി ജലചൂഷണത്തിന് വഴിവെക്കുമെന്ന വിമർശനങ്ങൾക്കിടെ മഴവെള്ള സംഭരണി സ്ഥാപിച്ച് ജലചൂഷണം ഒഴിവാക്കാമെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. സ്ഥാപനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ അടക്കമുള്ളതിനാൽ പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. 20 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒയാസിസ് കമ്പനി സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഉത്തരവിലുണ്ട്. അതേസമയം പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ഒയാസിസ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീൽഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, IMFL ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി പ്ലാന്റ്, അതുപോലെ വൈൻ പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, സ്പിരിറ്റ് പ്ലാന്റ്, ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ മറവിൽ. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ബ്രൂവറിക്ക് അനുമതി നൽകിയത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വിമർശിച്ച് സർക്കാരിനെതിരെ KCBCയും രംഗത്ത് വന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ പ്രതിപക്ഷം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. താൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ബ്രൂവറികൾ അനുവദിക്കുന്നതിൽ നയപരമായ തീരുമാനം LDF കൈക്കൊണ്ടിരുന്നു. കോവിഡ് കാലം ആയതിനാലാണ് അന്ന് വിവാദം ഒഴിവാക്കാനായി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്നില്ല. ഈ പർട്ടിക്കുലർ കേസിൽ എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഗവൺമെന്റിന്റെ ഒരു പൊതുനയം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ടതോ ചിന്തിക്കേണ്ടതോ പ്രശ്നം നമ്മൾ ഗവൺമെന്റിന് മുമ്പാകെ വന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് നിശ്ചയിച്ചത്. വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയോ വ്യക്തിയോ ഒന്നും ഗവൺമെന്റിന് മുമ്പിൽ അന്നില്ല.